ഞങ്ങൾ പോത്തുണ്ടി ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. വൈകിട്ടായപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സൊക്കെ കയറി കുടിലിടത്ത് എത്തിയിട്ടുണ്ട്, കൊല്ലങ്കോട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ മുന്തിരി ജ്യൂസ്, വേവിച്ച മുന്തിരി ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 2-3 ഗ്ലാസ്സൊക്കെ എല്ലാവരും വാങ്ങി കുടിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഇരുട്ടാറായി. അങ്ങനെ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ചെടി നിൽക്കുന്നുണ്ടത്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ആദ്യം നെല്ലെന്നാണ് വിചാരിച്ചത് കേട്ടോ, പക്ഷേ ഇത് നെല്ലല്ലെന്ന് തോന്നുന്നു. വേറെ എന്തോ ഒരു ചെടിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തു കേട്ടോ. എന്നിട്ട് കുടിലിടത്തേക്ക് ഇങ്ങനെ നമ്മൾ നടന്ന് അകത്ത് കയറാനായിട്ട് പോയി. ഒരാൾക്ക് 30 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 4 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. കുഞ്ഞിന് ടിക്കറ്റില്ല. പിന്നെ അകത്തേക്ക് കയറിയപ്പോഴേക്കും ഇങ്ങനത്തെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമെന്ന് തോന്നി. ഇവിടെ 7:30 വരെയാണ് ടൈം, അത് കഴിഞ്ഞാൽ അടയ്ക്കും. പക്ഷേ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നി കേട്ടോ. പക്ഷേ എന്തായാലും ഇങ്ങനെ ഇവിടെ വന്ന് കാണാൻ പറ്റിയല്ലോ. പിന്നെ അവിടെ അകത്ത് കയറുമ്പോഴേക്കും താമരക്കുളം എന്ന് പറഞ്ഞിട്ട് ഒരു കുളമൊക്കെ ഉണ്ട്. ഇതെങ്ങനെയും വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കയറാം. അതുകൊണ്ട് ഞാൻ ഡോറ് വഴി ഇങ്ങനെ കയറാനായിട്ട് നോക്കിയതായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ പണ്ട് ഈ വയലിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇതാക്കുന്ന ഒരു റൗണ്ട് സംഭവമില്ലേ, ചവിട്ടി ഇങ്ങനെ തെറിപ്പിക്കുന്നത്, ആ ഒരു സംഭവം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് നിറച്ച് ആമ്പൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആമ്പൽ തന്നെയാണ്, അത് ആമ്പൽ തന്നെയാണ്, താമരയല്ലല്ലോ. ആമ്പൽ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കിന്ന് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ല കാഴ്ചയായിരിക്കും. പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന സമയമാകുമ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു. രാത്രിയാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഓരോ ഇടത്തത് ഇതുപോലെ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. രാത്രി ആയതുകൊണ്ട് അവിടെ ഇരുന്നൊന്നും എടുത്തില്ല. അല്ലാണ്ട് ഈ റാന്തൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, റാന്തൽ വിളക്ക്, അവിടെ നിന്നൊക്കെ ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു കാളവണ്ടിയുടെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നും ഫോട്ടോ എടുത്തു. പിന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തു കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത്. വീഡിയോ ഞാനിങ്ങനെ എടുത്തു, കാര്യം നമുക്ക് പിന്നീടായാലും കാണാമല്ലോ. എന്തായാലും നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. രാവിലെ വരേണ്ടതായിരുന്നു. രാവിലെ എന്ന് വെച്ചാൽ രാവിലെ വെയിലായിരിക്കും, അതല്ല, ഒരു ഒന്നുകിൽ വെളുപ്പിനെന്നല്ല, ഒരു 8 മണി ആ ഒരു സമയമൊക്കെ അപ്പോഴും ഓപ്പൺ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വൈകിട്ടൊരു വെയിലാറിയ സമയം 5 മണിയൊക്കെ കഴിയുമ്പോൾ അപ്പോഴെങ്ങാനും എത്തണമായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇവിടെ കുറച്ച് നെല്ല് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനങ്ങനെ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ മോനിത് ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ അവനത് കുറേ നെല്ലൊക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം വച്ചിക്കാൻ കൊടുത്തു കേട്ടോ. പിന്നെ വായിലിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അത് കളഞ്ഞു. കാര്യം പേടിയാണ്, വായിലിടും, എന്ത് കിട്ടിയാലും വായിലിടും. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം അവൻ കയ്യിൽ വെച്ചിരുന്നിട്ട് ഞങ്ങളത് കയ്യിൽ നിന്ന് കളഞ്ഞു കേട്ടോ വാങ്ങിയിട്ട്. പിന്നെ ഞാനിങ്ങനെ നെല്ല് അടുത്ത് കാണുന്നതും ഇങ്ങനെ അതിനകത്തൂടെയൊക്കെ നടക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ പാടമൊക്കെ ഉണ്ട്, പക്ഷേ ഇതുപോലെ അകത്തൂടെ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഇറങ്ങിയൊന്നും കണ്ടിട്ടില്ലായിരുന്നു.
പിന്നെ ഇവിടെ കണ്ടോ, കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വൈക്കോലൊക്കെ ഇത് ഇങ്ങനെ ചുട്ട് വെച്ചിരിക്കുന്നത്. ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വൈക്കോലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഓരോ വീടുകളിൽ, ആവശ്യമുള്ള വീടുകളിൽ ഇറക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് വച്ചേക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞാനിങ്ങനെ ബസ്സിൽ പോയപ്പോൾ വീടുകളുടെ മുകളിൽ അവരിങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൃഷി ചെയ്യുന്നവരായിരിക്കും എന്ന് തോന്നുന്നു. അവരിങ്ങനെ എല്ലാം ശേഖരിച്ച് വീടിൻ്റെ മുകളിലൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത്, ടെറസിൻ്റെ മുകളിൽ. അതൊക്കെ ഞങ്ങളുടെ അവിടെയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ കാഴ്ചകളൊന്നും നമ്മൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ വയ്ക്കുന്നത് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നാണ്, ഇപ്പോഴും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നെല്ല് അവൻ എടുത്തു എന്നുള്ളത്. ഇങ്ങനെ ഓരോന്നായിട്ട് അവനിങ്ങനെ എടുക്കുമായിരുന്നു. എന്നിട്ട് എന്നോട് വീഡിയോ എടുക്ക് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഒരു സൂര്യകാന്തി കണ്ടു. അതിനകത്ത് വിത്തുണ്ടായിരുന്നു കേട്ടോ. ഇതിലല്ല, കുറച്ച് അപ്പുറത്തോട്ട് പോയപ്പോഴേക്കും അതിനകത്തുനിന്ന് വിത്ത് ഒരു 3-4 നമ്മൾ എടുത്തു കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും 3-4 വിത്ത് കിട്ടിയത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലിരുന്നും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കുടിലെടുത്ത് സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. ഇവിടെ നിന്ന് ഇനി കൊല്ലംകോട് വരെ ഓട്ടോയിൽ പോകണം. അങ്ങനെ കൊല്ലംകോട് ജംഗ്ഷനിൽ നിന്ന് നെക്സ്റ്റ് അടുത്ത് ബസ് കയറണം കേട്ടോ.
ഞങ്ങൾ പാലക്കാടേക്കാണ് ബസ് കയറിയത്. ആദ്യം നെന്മാറ പോകാമെന്ന് വിചാരിച്ചു, പിന്നെയാണ് ഇവിടുന്ന് ഡയറക്റ്റ് പാലക്കാട് ബസ് ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ ഇവിടുന്ന് പാലക്കാടേക്ക് ബസ് കയറി. ഇവിടെ റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. വിഷുവിൻ്റെ തിരക്കാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല റഷായിരുന്നു. വണ്ടികളൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. കുറേ സമയം എടുത്തിട്ടായിരുന്നു എത്തുന്നുണ്ടായിരുന്നത്. ഇത് 4 മുക്ക് റോഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതേ ബസ്സിൽ കയറി പാലക്കാട് എത്തി. അവിടെ നിന്ന് പാലക്കാട് KSRTC സ്റ്റാൻഡിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കഴിച്ചു. ഇവിടുത്തെ ഫുഡ് എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഫുഡ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ശീലമായത് കൊണ്ടായിരിക്കും തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇന്നലെയും കണ്ടായിരുന്നു കേട്ടോ ഈ നൈറ്റ് ലൈഫ്, അതായത് ഞങ്ങൾ വരുന്ന ദിവസം. പക്ഷേ ഞങ്ങൾ അന്നേരം കയറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ നൈറ്റ് ലൈഫ് കണ്ടിട്ട് കയറാമെന്ന് വിചാരിച്ച് കയറി കേട്ടോ. ഞങ്ങളുടെ ട്രിവാൻഡ്രത്തും ഞങ്ങൾ പോയിട്ടുണ്ട്, ഇതുപോലെ കൊല്ലത്തും പോയിട്ടുണ്ട്. ഇതേ പാലക്കാട് നൈറ്റ് ലൈഫ് കയറി. മോനിതേ ഇവിടെ പാർക്കിൽ നിന്ന് കളിക്കുകയാണ്. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്ത്. നമ്മൾ നേരത്തെ പോത്തുണ്ടി ഡാമിലെ പാർക്കിൽ പോയിട്ട് അധികം അവന് പാർക്കിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിച്ച് വേർത്ത് അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലേറ്റ് ഷവർമ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്ത് വാങ്ങി. സത്യം പറഞ്ഞാൽ പാലക്കാട് വന്നതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡെന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. കഴിച്ചതിൽ വെച്ച് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ചെത്തി. ബാക്കി വിശേഷങ്ങൾ നാളെ ഇടാം.